ഏതോ ഒരു ചെറിയ സ്റ്റേഷനിൽ വണ്ടി നിന്നു. അപ്പോൾ അയാൾ അങ്ങ് പോയി. അയാൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വീണ്ടും അകത്ത് ഞാനും സന്യാസിയും മാത്രമായി. കുറേ നേരത്തെ മൗനം. ഈ മൗനം ഭഞ്ജിക്കാനായിട്ട് ഞാൻ സന്യാസിയോട് ചോദിച്ചു, ആപ് കിധർ സേ ഹേ എന്ന് ചോദിച്ചു. അതിന് പച്ച മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരം വന്നു, ഞങ്ങൾക്ക് വീടും കൂടുമൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ സന്യാസിമാരല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൂർവാശ്രമത്തെയാണ് ഞാൻ ചോദിക്കുന്നത്. ചോദിച്ചപ്പോൾ അതിന് മറുപടി വന്നില്ല. കുറേ രാത്രി വൈകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉറങ്ങിക്കോളൂ, വാരണാസി എത്തുമ്പോൾ രാവിലെ ആവും, ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ, കർമ്മങ്ങൾ ചെയ്യേണ്ടതല്ലേ, ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വഴിയിൽ ചിലപ്പോൾ ഇറങ്ങിയെന്ന് വരും, രാവിലെ പുലരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നു. രാവിലെ ഉണർന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഇല്ല. പക്ഷേ ചിതാഭസ്മത്തിൻ്റെ മുകളിലൊരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു. രുദ്രാക്ഷത്തിൽ കുങ്കുമം കൊണ്ട് അദ്ദേഹം ഓം എന്നെഴുതിയിരുന്നു. അപ്പോൾ ഈ അനുഭവം ഞാൻ എൻ്റെ മുറിവുകൾ എന്ന പുസ്തകത്തിൽ എഴുതി. അതിലെ അവസാനത്തെ ചാപ്റ്റർ ഇതാണ്. ഇത് ഒരുപാട് പേര് വായിച്ചിട്ട് ഈ സന്യാസിയെപ്പറ്റി എന്നോട് എഴുതി ചോദിച്ചു, ആരാണ്, എന്താണ് കൂടുതൽ അനുഭവങ്ങൾ. പലതും അവരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചു. അങ്ങനെ ഇങ്ങനെ സമാനമായ അനുഭവങ്ങളുള്ളവർ എൻ്റെ അടുത്ത് പങ്കുവച്ചു. ഒരാൾ മാത്രം എനിക്ക് എഴുതി, ഈ സന്യാസിയെ എനിക്കറിയാം എന്നെഴുതി. അപ്പോൾ ആകാംക്ഷയോടെ രണ്ടാമത്തെ വരി ആരാണെന്നറിയാനുള്ള രണ്ടാമത്തെ വരി വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നു, അദ്ദേഹം ദൈവമാണ് എന്നെഴുതിയിരുന്നു. ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തുകൊണ്ട് ഈ സന്യാസിയെ പറ്റി ഈ ഇതിൽ പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ വന്നത് പേർലിൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരിയെ പറ്റിയാണ്. അവളെ ഇവിടുത്തെ ഒരു ട്രാവൽ ഏജൻസി ഉണ്ടല്ലോ, ടിക്കറ്റ് വിൽക്കുന്ന ഒരു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ വിൽക്കുന്ന ഒരു കമ്പനി, അങ്ങനത്തെ ഒരു ട്രാവൽ ഏജൻസിയിലെ റിസപ്ഷനിസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ടിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വിളിക്കും. അപ്പോൾ ടിക്കറ്റ് ഞാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൾ ആരാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ടിക്കറ്റിൻ്റെ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ചെറിയ കുഞ്ഞിൻ്റെ ശബ്ദമാണ്, കൊഞ്ചിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അടുപ്പം തോന്നും. വളരെ കൊഞ്ചി സംസാരിക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ അവൾക്ക് ഇങ്ങനെയുള്ള ഒരു സൗഹൃദത്തിൽ കൂടി, ഇങ്ങനെയുള്ള സംഭാഷണത്തിൽ കൂടി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അടുത്തടുത്ത് വന്നു. ക്രമേണ ഞാൻ എൻ്റെ ഏത് പരിപാടി നടക്കുമ്പോൾ ഞാൻ സംവിധാനം ചെയ്യുന്ന ഏത് പരിപാടിയാണെങ്കിലും അവളെ വിളിച്ച് പറയും, ഇന്ന പരിപാടി ഇവിടെ ഉണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ അവൾ ഗോഡ് ബ്ലെസ് യു എന്ന് പറയും. അപ്പോൾ അതില്ലാതെ എനിക്കൊരു പരിപാടിക്ക് പോകാൻ വയ്യ എന്നുള്ളൊരവസ്ഥയായി. അവളുടെ ആ ഒരു ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്ന ആ വാചകമില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാം, ഒരു പ്രസംഗത്തിന് പോകാനോ അല്ലെങ്കിൽ ഒരു പരിപാടി അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യത്തിൽ പോകാനോ പറ്റില്ല. എല്ലാം ഐ യൂസ് ടു റിപ്പോർട്ട് ഹർ. അവളുടെ അടുത്ത് പറഞ്ഞിട്ടല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് ഇങ്ങനെ എന്ന് വരികയാണ്. അപ്പോൾ എൻ്റെ പിറന്നാളെന്ന് പറയുന്നത് അവൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഏപ്രിൽ 11 എൻ്റെ പിറന്നാൾ. അപ്പോൾ ഏപ്രിൽ 11 അവൾ എപ്പോഴും അത് കാത്തിരിക്കും. എന്നിട്ട് എനിക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങും. എന്നിട്ട് ആര് വഴിയെങ്കിലും ഇവിടെ കൊടുത്തയക്കും. എന്നിട്ട് ഞാൻ വിളിച്ച് പറയണം. പിന്നെ ആദ്യത്തെ വിളി അവളുടേതായിരിക്കണം എന്ന് അവൾക്ക് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് രാത്രി 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോൾ വിളിക്കും. ആ രീതിയിലുള്ളൊരു ബന്ധം. അവളുടെ പിറന്നാളിനും ഞാൻ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ സൂര്യയ്ക്ക് റൂമിലൊരു ചാപ്റ്ററുണ്ട്. പെർലിന് വലിയൊരു ഈശ്വരവിശ്വാസിയാണ്. കൂടുതൽ സമയവും ദൈവത്തിനോടൊപ്പം ചിലവഴിക്കുന്ന, പ്രാർത്ഥനയിലുമൊക്കെ ചിലവഴിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾ പള്ളിയിലായിരിക്കും മിക്കവാറും സമയം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ റൂമിൽ പോകുമ്പോൾ അവിടെ ഒരു സൊവനീർ ഷോപ്പുണ്ട്. അപ്പോൾ ഓരോ തവണ പോകുമ്പോഴും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സൊവനീർ വാങ്ങും. വത്തിക്കാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യേശുവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സൊവനീർ വാങ്ങിച്ച് കൊടുക്കും, സമ്മാനമായിട്ട് കൊടുക്കും. ഒരു പിറന്നാളിന്, അതായത് പെർലിൻ്റെ ഒരു പിറന്നാളിന് ഈ സൊവനീറിന് പകരം ഞാൻ കൊടുത്തയച്ചത്, എനിക്കെന്തോ അന്ന് എൻ്റെ സൊവനീറൊന്നും ഇല്ലായിരുന്നു, അവിടെ നിന്നുള്ള സൊവനീറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്തോ എൻ്റെ മനസ്സിൽ തോന്നിയത് തെറ്റായിപ്പോയെന്ന് പിന്നെ മനസ്സിലായി. പക്ഷേ ഞാൻ വാങ്ങി കൊടുത്തയച്ചത് ഒരു കേക്കാണ്, ഒരു നല്ല കേക്ക്. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു പെർലിൻ എന്നൊക്കെ എഴുതി നല്ല ഇതായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തയക്കുമ്പോൾ ആ പെൺകുട്ടി എന്നെ വിളിച്ചില്ല. സാധാരണ കിട്ടിയവർ എന്നെ വിളിക്കും. അവൾ വിളിച്ചില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു, കിട്ടിയില്ലേ, എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചു. ഷി വാസ് നോട്ട് ടു ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ കൊടുത്തയച്ച ഗിഫ്റ്റ് ഇഷ്ടമായില്ല എന്നെനിക്കറിയാം. ഞാൻ എന്താണ് പറ്റിയത്, ഡിഡ് ഐ ഡു സംതിങ് റോങ് ടു യു ബൈ സെൻഡിങ് ദിസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ആദ്യമായിട്ട് പറഞ്ഞത് അവളൊരു ജുവനൈൽ ഡയബറ്റിക്കാണ്.
അവൾക്ക് 2 കൈയും 2 കാലും സ്വാധീനമില്ലാത്തതാണ്. ഇഴഞ്ഞിഴഞ്ഞ് വേച്ചാണ് നടന്നു വരുന്നത്. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കുമ്പോൾ സഹപ്രവർത്തകരെല്ലാം കൂടെ ചേർത്ത് എക്സ്ചേഞ്ചിൻ്റെ ടേബിളിൽ വയ്ക്കും. എന്നിട്ട് ജൂനൈൽ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ മധുരം കഴിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള പെൺകുട്ടിയാണ് അതാണെന്നുള്ള അറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് അവൾ വിതുമ്പുന്നത് കണ്ടു. എന്നിട്ട് ഒരു വരിയും കൂടെ അവർ പറഞ്ഞു, എനിക്കിനി ആയുസ് എന്ന് പറയുന്ന അധികം നാളില്ല, ഞാൻ മരിച്ചു പോകും. എനി മൊമെൻറ്റ് ഐ വിൽ ഡൈ, ഞാൻ എന്ന് വേണമെങ്കിലും മരിക്കാം എന്നുള്ളത്.